ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ മമ്മൂക്കയുടെ ടർബോ തിയേറ്ററിലേക്ക് എത്തുകയാണ്. രാജ സീരീസിന് ശേഷം വൈശാഖ് മമ്മൂക്ക കോംബോ വീണ്ടും ഒന്നിക്കുന്ന ആക്ഷൻ കോമഡി എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ് ടർബോ. ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ച മിഥുൻ മാനുവൽ തോമസ് ആണ് ടർബോയ്ക്ക് തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. ബ്രഹ്മയുഗത്തിന് ശേഷം സുഷിൻ്റെ ശിഷ്യനായ ക്രിസ്റ്റോ സേവ്യറാണ് മ്യൂസിക്കും കൈകാര്യം ചെയ്തിട്ടുള്ളത്. മമ്മൂക്കയുടെ ഭീഷ്മയ്ക്ക് ശേഷമുള്ള മാസ് സിനിമ എന്ന പ്രത്യേകതയും ടർബോയ്ക്കുണ്ട്. ഇത്രയേറെ പ്രത്യേകതകൾ ഉണ്ടായിട്ടും ടർബോയിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ കൊടുത്തിട്ടുള്ളത് മമ്മൂട്ടി കമ്പനിയിലാണ്. മമ്മൂട്ടി കമ്പനിയുടെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ മാസ് ആക്ഷൻ സിനിമയാണ് ടർബോ. ഇതുവരെ ഇറങ്ങിയ സിനിമകളെല്ലാം കണ്ടന്റ് വൈസ് ആയാലും ബോക്സ് ഓഫീസ് വൈസ് ആയാലും മികച്ചു നിന്നിട്ടുണ്ട്. ഓവർസീസ് ഡിസ്ട്രിബ്യൂട്ടറായ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് വമ്പൻ റിലീസാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. ലാലേട്ടൻ്റെ വാലിബന് ശേഷം ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ റിലീസാവുന്ന മലയാള സിനിമ കൂടിയാണ് ടർബോ. മമ്മൂട്ടി കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഒരു സാധാ സിനിമയ്ക്ക് ലഭിക്കുന്ന പ്രൊമോഷൻ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. ട്രെയിലർ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെങ്കിലും പോസ്റ്ററെല്ലാം വളരെ ശോകമായിരുന്നു. പ്രോമോ സോങ് വരുമെന്ന് പറഞ്ഞിട്ട് അത് വന്നതുമില്ല. രാവിലെ 8:30 ഫസ്റ്റ് ഷോ ആരംഭിക്കുക എന്ന് പറയുന്നുണ്ടെങ്കിലും 9 മണിയാകുമെന്നാണ് തോന്നുന്നത്. 2 മണിക്കൂർ 30 മിനിറ്റാണ് ഡ്യൂറേഷൻ വരുന്നത്. ഫസ്റ്റ് ഹാഫ് 1 മണിക്കൂർ 20 മിനിറ്റും സെക്കൻഡ് ഹാഫ് 1 മണിക്കൂർ 10 മിനിറ്റും. പ്രീസെയിലിലൂടെ കേരളത്തിൽ നിന്ന് 3 കോടി 10 ലക്ഷത്തോളം ഇതുവരെ സ്വന്തമാക്കി കഴിഞ്ഞു. 3 കോടി 70 ലക്ഷം നേടിയ കിങ് ഓഫ് കൊത്തയെ ചിത്രം മറികടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ 4 കോടി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും പോസിറ്റീവ് റിപ്പോർട്ട് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജോസേട്ടായുടെ ടർബോ പഞ്ച് പ്രേക്ഷകർ ഏറ്റെടുക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഞാൻ രാവിലെ 10 മണിയുടെ ഷോയ്ക്കാണ് പോകുന്നത്. നിങ്ങളിൽ ആരൊക്കെ ടർബോയ്ക്ക് ടിക്കറ്റ് എടുത്തെന്ന് കൂടി താഴെ പങ്കുവെക്കുക. ടർബോ നല്ലൊരു സിനിമ തന്നെ ആവട്ടെ. അതുപോലെ മമ്മൂക്കയുടെ കരിയറിലെ കേരള ഫസ്റ്റ് 50 കോടിയും വേൾഡ് വൈഡ് 100 കോടിയും ടർബോയിലൂടെ പിറക്കട്ടെ. അപ്പോൾ ഇനി സിനിമ കണ്ടിട്ട് അതിൻ്റെ റിവ്യൂമായിട്ട് കാണാം. സിനിമയുടെ വ്യക്തമായ കളക്ഷനൊക്കെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും കൂടി പരിഗണിക്കുക.